ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. അങ്ങനെ ഏറ്റവും അധികം ഒരു മനുഷ്യന് അനുഭവങ്ങൾ നൽകുന്നത് ട്രെയിൻ യാത്രകളാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യരെ നേരിൽ കാണുന്ന, ദേശഭാഷാന്തരങ്ങൾക്ക് അതീതമായി സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ സാരഥി, ലോക്കോ പൈലറ്റായി ഇന്ത്യൻ റെയിൽവേയിൽ 30 വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള ജെ വേണുഗോപാൽ സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഈ ലോക്കോ പൈലറ്റ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ട്, പൈലറ്റുമാരെ കുറിച്ച് അറിയാം. എന്നാൽ ഇപ്പോഴും കുറേ പേർക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു കൂട്ടമാണ് ഈ ലോക്കോ പൈലറ്റുമാരുടെ ജീവിതം. എങ്ങനെയാണ് അതിനെ നിർവചിക്കാൻ സാധിക്കുക? ഞങ്ങൾ ലോക്കോ പൈലറ്റുമാർ യാത്രയായിട്ടല്ല ഇതിനെ കാണുന്നത്. ഇത് ഞങ്ങളുടെ പ്രൊഫഷനാണ്, ജോലിയാണ്. അത് ജോലിയാണ്. അപ്പോൾ ജോലി ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ആസ്വദിച്ച് നമ്മൾ സന്തോഷം ഒക്കെ നൽകി പോകുന്നതാണ്. പക്ഷേ ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉടനീള യാത്ര എന്ന് പറയുന്ന ഈ ജോലി അവന് ടെൻഷനാണ് സമ്മാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഓരോ ഡ്യൂട്ടിയും തുടക്കം മുതൽ അവസാനം വരെ ചെന്ന് നിൽക്കുന്നത്. കാരണം ഇതൊരു വലിയൊരു സിസ്റ്റമാണ്. ഈ റെയിൽവേ എന്ന് പറയുന്ന ഒരു വലിയൊരു കോറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വളരെ നൂലാമാലകൾ പിടിച്ച നിയമങ്ങളുടെയൊക്കെ പരിധിക്കകത്ത് നിന്ന് വണ്ടി ഓടിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അൺലൈക്ക് നമ്മുടെ ഈ റോഡ് ട്രാഫിക്ക് പോലെയല്ല. ഇപ്പോൾ റോഡ് ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി ഓടിക്കുന്നു, നമുക്കിഷ്ടമുള്ള രീതിയിൽ വെട്ടിക്കാം, പെട്ടെന്ന് ചവിട്ടി നിർത്താം, ഒത്തിരി സ്വാതന്ത്ര്യങ്ങളുണ്ട് അവിടെ. കൂടുതൽ ഒരു പക്ഷേ ശ്രദ്ധ അവിടെ വേണ്ടി വന്നേക്കാം, ആയിരിക്കാം. അത് വളരെ ക്വിക്കായിട്ടൊരു ആക്ഷൻ എടുക്കേണ്ടി വന്നേക്കാം. ഇത് കുറച്ച് റിലാക്സ്ഡ് ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് ഇനി വരാൻ പോകുന്നതെന്നുള്ള ഒരു ആകാംക്ഷ. ആൾവേസ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ എന്തും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷം. കാരണം പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല. ഈ ഒരു വലിയ സിസ്റ്റത്തിൽ ഇത്രയും വലിയൊരു വാഹനം ഓടിപ്പോകുമ്പോൾ തന്നെ, ഈ ഒരു മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട സാമാന്യ ജ്ഞാനം കൊണ്ട് നമുക്ക് മനസ്സിലാകാവുന്നൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു മാസ് വൺസ് നമ്മൾ തള്ളി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിൽക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ പിടിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാത്ത് നിർണ്ണയിക്കുന്നതൊന്നും നമ്മളല്ല. അതായത് ഇത് എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് വളയണം, എങ്ങനെ ഓടിക്കണം, ഏത് ട്രാക്കിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതൊന്നും ഇതിനകത്തിരിക്കുന്ന ലോക്കോ പൈലറ്റിൻ്റെ കൺട്രോളിലേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡ് ട്രാഫിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഇതിനകത്ത് നമ്മുടെ സ്വാധീനമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ട്രെയിൻ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സാർ, ഇപ്പം 30 വർഷമായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കരിയറിൻ്റെ തുടക്കം മുതൽ ഏറ്റവും അവസാനം വരെ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ഞാൻ ശരിക്കും പറഞ്ഞാൽ 36 വർഷം ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്തു. അതങ്ങനെ ഒരു ഈ കരിയറിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു വാചകത്തിലോ ഒരു സെൻറ്റൻസിലോ ഒന്നും നിർവചിക്കാൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും അത് തീരുന്നതല്ല. അത്ര സംഭവബഹുലമാണ്. ഓരോ യാത്രയും ഓരോ അനുഭവം സമ്മാനിക്കും ഒരു ലോക്കോ പൈലറ്റിന്. ആ അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുകയും ചെയ്യും. എപ്പോൾ ചോദിച്ചാലും നമുക്കത് ഓർമ്മകളിൽ നിന്നും നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. പക്ഷേ മറ്റുള്ള ജോലി ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അത് വ്യത്യസ്തമാക്കുന്നതെന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമ്മൾ ഈ ട്രെയിനുമായിട്ട് ഒരു ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകാതെ, ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ നമ്മൾ ആ സൈൻ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയിട്ട് ഡ്യൂട്ടി തീരത്തില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ 36 ഇയേഴ്സ് ഇതിനകത്ത് വർക്ക് ചെയ്തു. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് കയറി, അതിനുശേഷം ഷണ്ടിങ് ലോക്കോ പൈലറ്റായി, അതിനുശേഷം ഗുഡ്സായി, പിന്നീട് പാസഞ്ചറായി, പിന്നീട് എക്സ്പ്രസ്സായി. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊമോഷൻ ശ്രേണി എന്ന് പറയുന്നത്. ആ സമയത്ത് ഓരോ ഡ്യൂട്ടിയിലും എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കും. അതൊരു സെൻറ്റൻസിലോ അല്ലെങ്കിൽ ഒന്നും നിർവചിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറയാനുള്ള കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ആദ്യം മുതൽ ഏറ്റവും അവസാനത്തെ ഈ എക്സ്പ്രസ് ഓടിക്കുന്ന രീതിയിലേക്ക് ഒരു ലോക്കോ പൈലറ്റ് മാറണമെങ്കിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അതിന് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇത് സീനിയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ തന്നെയും അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം കയറുന്നതെന്ന് പറയുന്നത്, കയറുന്ന ഈ ഒരു കേഡറിലേക്ക് കയറുന്ന എല്ലാവരും തന്നെ
ഡീസൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പഴയ പേര്, ആ ഒരു ഡെസിഗ്നേഷൻ്റെ പേര് പണ്ടതായിരുന്നു. കാരണം അന്ന് ഡീസലും ഇലക്ട്രിക് ലോക്കോസ് വളരെ അപൂർവമായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ സദേൺ റെയിൽവേയിൽ കേരളത്തിൽ ഒട്ടും തന്നെ ഇല്ല ഞാൻ കയറുന്ന സമയത്ത്. അപ്പോൾ ഡീസൽ അസിസ്റ്റൻ്റായിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരീക്ഷകളും 1 വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങും എല്ലാം ഉണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡീസൽ അസിസ്റ്റൻ്റ് കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഷണ്ടിങ് ലോക്കോ പൈലറ്റ് ആവും. അപ്പോൾ അതിനും നമ്മളൊരു ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിലബസിൽ പഠിച്ചിട്ട് ടെസ്റ്റ് എഴുതി പാസ്സായി നമുക്ക് ഒരു ഓൺലൈൻ ഒരു പിന്നെ പരീക്ഷ കൂടെ ഉണ്ട്. ലോക്കോ ഇൻസ്പെക്ടർമാരൊക്കെയാണ് അത് നടത്തുന്നത്. അതിലൊക്കെ പാസ്സായാൽ മാത്രമേ ഇതിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള. ഡീസൽ അസിസ്റ്റൻറ്റിൻ്റെ ജോലി എന്താണ്? ഡീസൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തന്നെയാണ്. അന്ന് ഡീസൽ കൂടുതലായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു പേര് വന്നു മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പിന്നെ ഇലക്ട്രിക്കൽ അസിസ്റ്റൻറ്റിനെ ഇലക്ട്രിക്കൽ ലോക്കോ അസിസ്റ്റൻ്റ് എന്നാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായി മാറി. ഡീസൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിലി ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ആളാണ്. പണ്ട് ഡ്രൈവർ എന്നായിരുന്നു ആ ഒരു ഡെസിഗ്നേഷൻ്റെ പേര്. ഈ ഡ്രൈവറെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ നമ്മളെല്ലാ രീതിയിലും ഡ്യൂട്ടി സംബന്ധമായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ജോലി. പക്ഷേ നമുക്ക് പ്രാഥമികമായിട്ട് നമ്മളൊരു എൻജിൻ എന്ന് പറയുന്ന സാധനം, ലോക്കോ എന്ന് പറയുന്ന സാധനം ഈ ഫോർമേഷനുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ ട്രെയിനായിട്ട് മാറുന്നത്. അപ്പോൾ എൻജിൻ്റെ ബാക്കി എല്ലാ കാലിബ്രേഷൻസും ചെക്ക് ചെയ്യുക, ഫ്യൂവൽ ഉണ്ടോ എന്ന് നോക്കുക, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സഫീഷ്യൻ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. പണ്ട് ഉപയോഗിച്ചിരുന്ന ഇപ്പോഴും ഉണ്ട് ലോക്കോയ്ക്കകത്ത്, ഡീസൽ ലോക്കോയ്ക്കകത്ത് വാട്ടർ കൂളിംഗ് ആണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ഫെയിലായിപ്പോകും. അപ്പം സഫീഷ്യൻ്റായിട്ട് വാട്ടർ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ ബാക്കി എല്ലാ പാർട്സുകളും ഇൻടാക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. പ്രാഥമികമായിട്ടുള്ള കാര്യം ഇതാണ്. പിന്നെ ഇതിൻ്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, അതായത് ലോക്കോ മോഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സിഗ്നൽസാണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സിഗ്നൽസാണ്. അപ്പോൾ സിഗ്നൽസ് അനുസരിച്ച് മാത്രം നമ്മൾ സ്പീഡ് കൂട്ടുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജോലി എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ട്രെയിനിനകത്ത് നമ്മൾ ചെയ്യാനുള്ളത് സ്പീഡ് കൺട്രോൾ ആൻഡ് സ്റ്റോപ്പിംഗ്, ബ്രേക്കിംഗ്. ഇതാണ് പ്രാഥമികമായിട്ടുള്ള ജോലി. അതാണ് മെയിനായിട്ടുള്ള ജോലി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സിഗ്നലുകൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടിട്ട് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ സിഗ്നൽ കാണുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളത് രണ്ടുപേരും പരസ്പരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒന്നുകിൽ ഈ സിഗ്നലിനനുസരിച്ച് നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകും. അപ്പോൾ ഈ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി സിഗ്നൽ കണ്ടിട്ട് തന്നെയാണോ ഓടിക്കുന്നത്, അല്ലെങ്കിൽ ശരിയായ സിഗ്നൽ അയാൾക്ക് മനസ്സിലായോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ സേഫ്റ്റിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ഡീസൽ അസിസ്റ്റൻറ്റ് അവിടെ നിന്ന് ആദ്യം അയാളാണ് സിഗ്നൽ കാണുന്നുണ്ടെങ്കിൽ അത് ഒച്ചത്തിൽ വിളിച്ചു പറയും. അത് വിളിച്ച് പറയുന്നത് കേട്ടിട്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. ഇത് നിയമമാണ്. എല്ലാവരും അത് പാലിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും അങ്ങനെ വിളിച്ചോ പറയണമെന്നൊക്കെ ഉള്ളായിരിക്കും, വെറുതെ ഇല്ല എന്നുള്ള ഒരു ധാരണയിലെത്തരുത്. എല്ലാവരും ഇത് പാലിക്കുന്നുണ്ട്, പാലിച്ചേ പറ്റൂ. അത് പാലിക്കുന്നത് നമുക്കും കൂടെ സേഫ്റ്റി തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പച്ച സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനകത്ത് പച്ച എന്നോ ഗ്രീനെന്നോ അല്ല പറയുക, ടെക്നിക്കലി പ്രൊസീഡ് എന്നാണ് പറയുക. അപ്പോൾ ഞാനാണിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടപ്പള്ളി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ എടപ്പള്ളി ഡിസ്റ്റൻറ്റ് പ്രൊസീഡ് എന്ന് ആദ്യം ഒരാൾ കാണുകയാണ്, ഒരു അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റാണ് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ഞാനത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യണം. അത് ഞാൻ ലോക്കോ പൈലറ്റ് ആണെങ്കിൽ. തിരിച്ചാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആരാണോ കാണുന്നത് അതിങ്ങനെ വിളിച്ചു പറയണം. അപ്പോൾ രണ്ടാമത്തെ ഡ്യൂട്ടി അതാണ്. ആദ്യം പറഞ്ഞു ചെക്ക് ചെയ്യുക, രണ്ടാമത്തെ ഡ്യൂട്ടി സിഗ്നലുകൾ വിളിച്ചു പറയുക. അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡീസൽ അസിസ്റ്റൻറ്റിൻ്റെ അഥവാ ലോക്കോ പൈലറ്റ്, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ജോലി. ഇത് കഴിഞ്ഞുള്ള പിന്നീട് ഷണ്ടിങ് ആണ്. ഷണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത് എൻജിനുകൾ ഓരോ ബോഗികളൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു ട്രെയിൻ വന്നു, അത് തിരിച്ച് ആലപ്പുഴയ്ക്ക് തന്നെ പോകണം. അപ്പോൾ ഇപ്പുറത്തുള്ള എൻജിൻ അത് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് അപ്പുറത്ത് പിടിപ്പിക്കുക, അത് വേറൊരു ലൈനിലേക്ക് മാറ്റിയിടുക. അത്തരം കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ തന്നെ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഷണ്ടിങ്. ഇത് കഴിഞ്ഞാണ് സ്വതന്ത്രമായിട്ടൊരു പാസഞ്ചർ ട്രെയിനിലേക്ക് വരുന്നത്. അതെ. അപ്പോൾ ഈ ഷണ്ടിങ് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ കാണൂ, ഇൻഡിപെൻഡൻറ്റ് ഡ്യൂട്ടിയാണ്. അതിനകത്ത് വേറെ അസിസ്റ്റൻറ്റോ അങ്ങനെയുള്ള ആൾ സാവധാനം സഞ്ചരിക്കുന്ന ഒരു. അതെ. ഒരു 10-15 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് അതിൻ്റെ സ്പീഡൊന്നും ഉണ്ടാകത്തില്ല.
അത് കഴിഞ്ഞിട്ടാണ് ഗുഡ്സിലേക്ക് വരിക. ഗുഡ്സാണ് ശരിക്കും പറഞ്ഞാൽ ലോക്കോ പൈലറ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സർവീസ് ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാട്. വലിയ ആൾക്കൂട്ടം പിന്നിലില്ല. അതല്ല, ഒറ്റയ്ക്കാണ്. അതിൻ്റെ മാത്രമല്ല. ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു യാർഡിൽ ഒരു ഗുഡ്സ് ട്രെയിൻ റെഡി ആവാൻ കുറേ സമയമെടുക്കും. അതിന് പ്രത്യേക കൃത്യമായ ഒരു ഡിപ്പാർച്ചർ ടൈം കൊടുത്തിട്ട്, ഇപ്പോൾ 10:10 വേണാട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണാട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:10 ആൾക്കാർ വരും. ആ വേണാട് 10:10 സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ആളുകൾ പ്രശ്നം ഉണ്ടാക്കും. അതല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുകയില്ല ആ കറക്റ്റ് ഉദ്ദേശിക്കുന്ന സമയത്ത്. അപ്പോൾ അത് മറ്റ് ട്രെയിൻ റണ്ണിങ്ങിൽ ബാക്കിയുള്ള ട്രെയിൻ റണ്ണിങ്ങിനെ കൂടെ അത് ബാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് 10:10 തന്നെ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. പക്ഷേ ഒരു ഗുഡ്സ് ആകുമ്പോഴത്തേക്കും അത് കുറച്ചൊരു സ്ലോ ആവും കുറേ കൂടെ. അതായത് പാസഞ്ചറുകളും എക്സ്പ്രസ്സുകളും ഒക്കെ പോയിട്ട് ബാക്കി സമയം സാവധാനം, അതല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈം പാസേജ് എന്നാണ് പറയുക. ആ പാസേജിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. പിന്നെ ഈ ഗുഡ്സുകളെല്ലാം ഷണ്ട് ചെയ്ത് റെഡിയാക്കി അതിനകത്തെ ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു എല്ലാം ചെക്ക് ചെയ്തിട്ട് ട്രെയിൻ എക്സാമിനർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊക്കെ റെഡിയാവാനുള്ള കാലതാമസം. അപ്പോൾ അതുകൊണ്ട് ഈ കാലതാമസം എന്ന് പറയുന്നത് ഈ ഗുഡ്സിലകത്ത് ഭയങ്കര ഒരു, ഇപ്പോൾ വീട്ടിൽ വരാൻ പറ്റുമെന്ന്, അതാണ് ഒരു ഏറ്റവും വലിയ പ്രയാസം. വീട്ടിൽ വരാൻ പറ്റുന്ന പോട്ടെ, നമ്മളിപ്പോൾ ഇവിടുന്ന് പാലക്കാട് വരെയൊക്കെ പോകേണ്ടതായിട്ടുള്ളൂ ഗുഡ്സിൽ. പക്ഷേ ഈ പാലക്കാട് വരെ നമ്മൾ എത്താനായിട്ട് ചിലപ്പോൾ 10-15 മണിക്കൂർ എടുക്കും. നേരെ മറിച്ച് ഒരു എക്സ്പ്രസ് ട്രെയിനാണ് ഓടിയെത്താൻ 4 മണിക്കൂർ മതി. അപ്പോൾ ഈ ഒരു ഡിലേ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് എപ്പോഴാണ് ഇത് അവിടെ എത്തുക, അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഡിലേ തന്നെ തിരിച്ചു വരുന്നൊരു ഗുഡ്സിനും കാണും. ഈ ഗുഡ്സും ഓടിച്ച് നമ്മൾ തിരിച്ച് എത്തിക്കഴിഞ്ഞ് വീട്ടിലെത്തുന്ന എപ്പോഴാണെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അതുപോലെ തന്നെ ഈ ട്രെയിൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. ചിലപ്പോൾ രാത്രി 2 മണിയാവാം, ചിലപ്പോൾ വൈകുന്നേരം 5 മണിയാവാം, ചിലപ്പോൾ വെളുപ്പിന് 3 മണിയാവാം. ഒരു സമയമില്ലാത്ത ഒരു ക്രമം. ജസ്റ്റ് ലൈക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു ഓട്ടോറിക്ഷയായിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് നമ്മുടെ ഓഫീസിൻ്റെ അടുത്തായി നമ്മുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേഷൻ്റെ അതിൻ്റെ അടുത്തായിട്ട് താമസിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യും. രാത്രി നമുക്ക് കോള് വരും എപ്പോഴോ, ഈ ട്രെയിൻ റെഡി ആകുമ്പോൾ ഇന്ന് ഒരു ട്രെയിൻ റെഡി ആയിട്ടുള്ളൂ, നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് വരണം. 1-2 മണിക്കൂർ നേരത്തെ സമയം കിട്ടും. ആ സമയത്ത് നമ്മൾ കുളിച്ച് റെഡിയായിട്ട് പോകുന്നു. ഇതെപ്പോഴാണ് അവിടെ എത്തുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചെപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ വരും എന്നുള്ളത് അറിയാൻ പറ്റില്ല. അതൊരു വലിയൊരു ഫാക്ടറാണ്. ഇത് മാത്രമല്ല, ഇത് പോകുന്ന വഴി ഇത് പിടിച്ചിടുന്ന സ്റ്റേഷനുകളിൽ ചിലപ്പോൾ പച്ചവെള്ളം കിട്ടുന്ന സ്റ്റേഷനായിരിക്കില്ല, വേസൈഡ് സ്റ്റേഷനിലായിരിക്കും. എവിടെയെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ പിടിച്ചിടാനുള്ള ഒരു ലൈനോ ഒന്നും കപ്പാസിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. അവിടെയൊക്കെ എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പിടിച്ചിടുന്ന സ്റ്റേഷനുകളിൽ നമുക്ക് ഫുഡോ ഉള്ള ആവശ്യത്തിന് കാര്യങ്ങളോ ഒന്നും കിട്ടുകയില്ല. നമുക്ക് എപ്പോഴിത് എത്തും എന്നറിയാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഫുഡുമായിട്ട് കയറാനും പറ്റില്ല. പ്രത്യേകിച്ച് അസമയത്തൊക്കെ 2 മണി 3 മണി സമയത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിൽ നമുക്ക് ഫുഡുമായിട്ട് കയറാനും ബുദ്ധിമുട്ടാണ്. നമ്മുടെ സുരക്ഷിതത്വം ഇതിലൊരു ഫാക്ടറല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ സുരക്ഷിതത്വം എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്. എക്സ്പ്രസ് ആണെങ്കിലും ഗുഡ്സ് ആണെങ്കിലും നമ്മുടെ സുരക്ഷിതത്വം എപ്പോഴും. സാർ, ഇത്തരത്തിൽ ഈ ഗുഡ്സ് ട്രെയിനുമായിട്ട് സംസ്ഥാനം കടന്നു പോകേണ്ട ഘട്ടം വരാറുണ്ടോ? അതിന് ക്രൂ ബീറ്റ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്രൂ ബീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസിൻ്റെ കേസിൽ നമ്മൾ എറണാകുളത്തു നിന്ന് മാക്സിമം മദ്രാസ് സൈഡിലേക്ക് പോകണമെങ്കിൽ ചെന്നൈ സൈഡിലേക്ക് ഈറോഡ് വരെ വർക്ക് ചെയ്താൽ മതി. അതാണ് ഞങ്ങളുടെ ഒരു ഗുഡ്സിൻ്റെ ബീറ്റ് എന്ന് പറയുന്നത്. അല്ല സോറി, എക്സ്പ്രസിൻ്റെ ബീറ്റ് എന്ന് പറയുന്നത്. ഗുഡ്സിൻ്റെ ബീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അതേ ഡയറക്ഷനിലേക്ക് പാലക്കാട് വരെ, ഇങ്ങോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഷൊർണൂർ അല്ലെങ്കിൽ കോഴിക്കോട് വരെ, തിരുവനന്തപുരം സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ കൊല്ലം വരെ ഗുഡ്സിൻ്റെ കാര്യത്തിൽ. കാരണം ഈ ഒരു സമയം തന്നെ, ഈ ഒരു ദൂരം തന്നെ ഓടിയെത്താൻ ഏകദേശം 10, 11, 12 മണിക്കൂറുകളാകും. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ലൈനുകൾ ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ റോഡിലിറങ്ങി ഏതെങ്കിലും റോഡിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന ഒരു രീതിയല്ല അത്. നമ്മൾ വ്യക്തമായിട്ട് 2-3 ട്രിപ്പ് ഒരു ലൈവ് ട്രെയിനിനകത്ത് സഞ്ചരിച്ച് ഈ ട്രാക്കിൻ്റെ സ്വഭാവം, അതിൻ്റെ സൈഡിലുള്ള സിഗ്നൽസ്, സ്റ്റേഷൻ ഏത് സൈഡിലാണ് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്ത് അത് സാങ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്കിതിനകത്ത് വണ്ടി ഓടിക്കാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ ഈ പഠിക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പം എറണാകുളത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അയാൾ കൊല്ലം വരെ പഠിച്ചാൽ മതി, ഇങ്ങോട്ടേക്ക് പാലക്കാട് വരെ പഠിച്ചാൽ മതി, അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഷൊർണൂർ അല്ലെങ്കിൽ കാലിക്കട്ട് വരെ പഠിച്ചാൽ മതി. ഇതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗുഡ്സ് ട്രെയിൻ ഓടിക്കുമ്പോൾ ഈ ലോക്കോ പൈലറ്റ്, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അല്ലാതെ അതിനകത്ത് വേറെ ആരെങ്കിലും? ആരുമില്ല, 2 പേര്. RPF ഉദ്യോഗസ്ഥരാരുമില്ല.
ഇല്ലില്ല, അതൊക്കെ എന്തെങ്കിലും വല്ല സമരമൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ പുറത്തേക്കും അങ്ങനെ തന്നെയാണ് ഇന്ത്യ. എവിടെ ഇന്ത്യ മൊത്തം ഇന്ത്യൻ റെയിൽവേസിലുള്ള സിസ്റ്റം അനുസരിച്ച് ഗുഡ്സ് ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ, എക്സ്പ്രസ് ട്രെയിൻ അതിനെല്ലാം രണ്ട് പേരേ ഉള്ളൂ. അതായത് മെയിനായിട്ട് ലോക്കോ പൈലറ്റും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും. പക്ഷേ മറ്റേ ഇതുണ്ടല്ലോ എമു എന്നൊക്കെ പറയുന്നത്, അതായത് ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്, മെയിൻ ലൈൻ മൾട്ടിപ്പിൾ യൂണിറ്റ്, ഇതിനകത്തൊക്കെ അത് ഇപ്പോൾ ഇവിടുന്ന് മെമുവിലൊക്കെ ഒരാൾ മാത്രമേ ഓപ്പറേറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഗുഡ്സുമായിട്ട് ഈ അർദ്ധരാത്രിയൊക്കെ പോകുന്ന സമയത്ത് ഒരു വിജനമായ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഇതിനൊരു ഹാൾട്ട് വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം സാറിന് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. വിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാകും. സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു സഹായിയായിട്ടൊരു ഒരാളുണ്ടാകും, ഒരു ട്രാഫിക് സ്റ്റാഫ് ഉണ്ടാകും. ഇപ്പം പൂർണ്ണമായിട്ടും വിജനമൊന്നുമല്ല, നമ്മളവിടെ എഞ്ചിനുമായിട്ട് പോകും. നമ്മൾ നോർമലി രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇരുന്നാണെങ്കിലും ഒരു അല്പനേരം ഒന്ന് റിലാക്സ് ചെയ്യും. ഉറങ്ങുന്നു എന്ന് പറയാനൊക്കത്തില്ല, കാരണം ഏത് സമയമാണ് ഈ സിഗ്നൽ പിന്നെ ഇടുന്നതെന്നുള്ളത് അറിയാനൊക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കാറുണ്ട്. വേറെ മറ്റങ്ങനെ ഒരു സുരക്ഷാ ഭീഷണിയൊന്നും ഇതുവരെ ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. പുറത്തെ ആളുകൾ ട്രസ്പാസ് ചെയ്ത് വന്ന് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കി ഇല്ല. പൊതുവേ ആളുകൾക്കൊരു ഭയമാണ് ഈ സാധനം. ഒന്നാമത് നമ്മൾ ഓഫ് ചെയ്തിടുന്നില്ലല്ലോ, ഇതിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് അപരിചിതർക്ക് വന്ന് കയറാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആരും ഇല്ലെങ്കിൽ അതിനകത്ത് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ മുറിച്ച് അല്ലെങ്കിൽ ഊരിയെടുത്ത് അടിച്ചുകൊണ്ട് പോയ കേസ്, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും വരാറില്ല. ഇത് കഴിഞ്ഞാണ് ഈ എക്സ്പ്രസ്സിലേക്ക് വരുന്നത്. അതെ, ഇത് കഴിഞ്ഞ് പാസഞ്ചർ. എത്ര വർഷം ഈ ഗുഡ്സ് ഓടിച്ച് പരിചയം വേണം ഒരു എക്സ്പ്രസ്സിലേക്ക്? മിനിമം കഴിഞ്ഞിട്ട് മിനിമം 2 വർഷം എന്നുള്ളതാണ് ഒരു കണക്ക്. ഇങ്ങനെ കിലോമീറ്റർ ഉണ്ടോ? കിലോമീറ്റർ ഉണ്ട്. ആകാശയാത്ര, യെസ്, ഫ്ലൈയിങ് അവേഴ്സ് പോലെ ഇതിനും ഒരു, അത് ഓരോരോ ഡിവിഷനിലും ഓരോരോ റെയിൽവേയിലും ചെറിയ വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഇത്ര കിലോമീറ്റർ നമ്മൾ ഓടിച്ചിരിക്കണമെന്നുണ്ട്. അതിനുശേഷമാണ് ഒരു സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടാവും, ഒരു പ്രൊമോഷണൽ ട്രെയിനിങ് ഉണ്ടാവും. പ്രൊമോഷണൽ ട്രെയിനിങ്ങിൽ നമ്മൾ പാസ്സായതിനു ശേഷം ഒരു സെലക്ഷൻ ഉണ്ടാവും. ആ സെലക്ഷനിൽ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പാസഞ്ചറിലേക്കുള്ള ഇത് കിട്ടുള്ളൂ. പാസഞ്ചറാണ് നമ്മുടെ ഈ മെമു സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ. ഇത് രണ്ടും ഒരേ വിഭാഗത്തിൽപ്പെടുന്ന, ഒരുപാട് സ്റ്റേഷനുകളിൽ നിർത്തി പോകേണ്ട. അതെ 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 അതെ. പക്ഷേ ഇതിനകത്ത് മറ്റേ മെമുവിൽ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഈ ഗുഡ്സ് ട്രെയിന് സ്പീഡ് ലിമിറ്റ് ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 75 കിലോമീറ്ററാണ്. അതിനപ്പുറം പോകാൻ പാടില്ല. അതിനപ്പുറം പോകാൻ പാടില്ല. അതൊക്കെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും വേറെ റെയിൽവേസിൽ, കുറെ കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള റെയിൽവേസിൽ, അല്ല നമ്മുടെ ഈ റോട്ടിലോടുന്ന വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാറുണ്ട്. അതേപോലെ ഈ ട്രെയിനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിനകത്ത് എന്തെങ്കിലും? ഇല്ല, അത് നമ്മൾ തന്നെ മാനുവലായിട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ഓരോ സെക്കൻഡിലും എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോയതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഉള്ള റെക്കോർഡിംഗ് ഉണ്ട് കൺട്രോൾ റൂമിൽ. കൺട്രോളും നമുക്ക് അതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യുന്ന സ്പീഡോമീറ്റർ ആയിരിക്കും. സ്പീഡോമീറ്ററിനകത്ത് ഡിജിറ്റലായിട്ടുള്ള റെക്കോർഡിംഗ് ഉണ്ട്. ആ റെക്കോർഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഓവർ സ്പീഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഓവർ സ്പീഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിൻ ഡീറെയിലായി അല്ലെങ്കിൽ കൊളീഷനായി, അപ്പോൾ ഓവർ സ്പീഡാണ് ആദ്യം നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റാണ്, ഓടിക്കുന്ന ആളിൻ്റെ ഹ്യൂമൻ ഫെയിലിയറാണ് എന്നുള്ള കൺക്ലൂഷനിൽ അവരെത്തിയിട്ട് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കാറുണ്ട്. പണിഷ്മെൻറ്റ്. 75 കിലോമീറ്ററാണ് ഇതിൻ്റെ സ്പീഡെങ്കിലും മാക്സിമം എത്ര പോകുന്നത്? ഇത് ഓരോ എൻജിനുകളുണ്ടല്ലോ. അത് എൻജിനുകൾക്ക് മാക്സിമം എത്ര വേണമെങ്കിലും പോകാം, നമ്മൾ കൂട്ടി കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇതിൻ്റെ പുറകിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ്, അതുപോലെ തന്നെ ഈ ഗ്രേഡിയൻ്റ്, എത്രമാത്രം ഉയരത്തിലേക്കുള്ള ട്രാക്കാണ് ഇത്, പിന്നെ കാലാവസ്ഥ, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് മാക്സിമം പോകുന്നത്. പക്ഷേ ഇതിനകത്ത് കൃത്യമായ സ്പീഡിൻ്റെ നിർവചനമുണ്ട്. അതിനകത്ത് ഇരുന്ന് മാത്രമേ നമുക്ക് ട്രെയിൻ ഓടിക്കാൻ സാധിക്കൂ. അതേപോലെ ഈ എൻജിനുകൾ പലതരത്തിലുണ്ട്. സാറ് വരുന്ന സമയത്തുള്ള എൻജിനുകളിൽ ഒരുപാട് പരിവർത്തനം ആ ഒരു രംഗത്ത് വന്നിട്ടുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ എൻജിനും സാറ് പോയിട്ട് അവസാനം റിട്ടയർ ചെയ്യുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻജിനും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യം ഇതിനകത്ത് വരുമ്പോഴത്തേക്കും കയറുന്ന എൻജിൻ WDM2 എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷനുള്ള ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് ഇവിടെ എല്ലാം എക്സ്പ്രസ്സും ഈവൻ ഗുഡ്സും ഒക്കെ ഓടിക്കുന്ന ഈ ഒരൊറ്റ ട്രെയിനായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ റെയിൽവേ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം റെയിൽവേയുടെ നിഘണ്ടുവിലില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ തന്നെ റെയിൽവേ പോയാൽ മതി എന്നാണ് അന്നത്തെ ഭരണാധികാരികളും അന്നത്തെ റെയിൽവേ ഭരിക്കുന്ന ഓഫീസേഴ്സിൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ്.
അപ്പോൾ അത് വളരെ വർഷക്കാലം ഈ ഒരു എൻജിൻ മാത്രമാണ് ഞങ്ങൾ ഓടിച്ചത്. ഈവൻ പാസഞ്ചർ ആയിട്ട് ഞാൻ പ്രൊമോഷൻ കിട്ടിയപ്പോഴും ഇതേ WDM2 WDM7 എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 ഇതുണ്ട്, ഒരു മാറ്റവും ഇല്ലാതെ ഞങ്ങളൊക്കെ വരുമ്പോൾ ഈ ടീപ്പോയുടെ ഷേപ്പിലുള്ള ഒരു സ്റ്റൂളാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ചെയർ പോലും ബാക്ക് നമുക്ക് ചാരാൻ പോലുമുള്ള സംവിധാനം ഇല്ലായിരുന്നു. അതിനൊക്കെതിരെ ഒത്തിരി സമരങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊന്ന് നടുവ് വേദന ഉണ്ടാവാതിരിക്കാനായിട്ടൊരു കംഫർട്ടബിളായിട്ടൊരു സീറ്റ് തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡീസൽ ഷെഡിൻ്റെ മുമ്പിലൊക്കെ ദിവസങ്ങളോളം നിരാഹാര സത്യാഗ്രഹങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പോൾ വളരെ കംഫർട്ടബിൾ ചെയറാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഡീസൽ എൻജിനുകൾ വളരെ വർഷക്കാലം അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് വന്നു. അതിനുശേഷം ഇലക്ട്രിഫൈ ചെയ്തുകൂടെ. ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇലക്ട്രിഫൈ ചെയ്തപ്പോൾ പോലും ആദ്യം വന്നതൊക്കെ വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിലുള്ള ഇതായിരുന്നു. അതായത് ഇതുപോലെയുള്ള ഒരു ഭിത്തി, ആ ഭിത്തിയിൽ മടക്കി വെക്കാവുന്ന ഒരു സീറ്റ്. ആ സീറ്റെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരല്പം വണ്ണമുള്ള ഒരാൾക്ക് അയാളുടെ പൃഷ്ഠം മുഴുവൻ പുറത്താകുന്ന രീതിയിലുള്ള ഒരു സീറ്റായിരുന്നു. അതിലിരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞങ്ങളത് മടക്കി വെച്ച് ഒരു കൊളുത്തുമൊക്കെ ഇട്ടിട്ട് അവിടെ നിന്നുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ട്രെയിൻ ലോക്കോസൊക്കെ അങ്ങനെയായിരുന്നു, ഇലക്ട്രിക്കൽ ലോക്കോ. പക്ഷെ അതിനുശേഷം അതൊക്കെ മാറി. അതായത് ഇലക്ട്രിക് ലോക്കോയിലേക്ക് മാറിയതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ 3 ഫേസ് മോട്ടറുകൾ പിടിപ്പിച്ച കൂടുതൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ലോക്കോസാണ്. അപ്പോൾ 3 ഫേസ് ലോക്കോകളുടെ വരവോടുകൂടി ഇതിനകത്ത് കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസ്സറൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡ് 3 ഫേസ് ലോക്കോമോട്ടീവാണ്. ഞാൻ ഏറ്റവും അവസാനം WAP5 WAP7 എന്ന് പറയുന്ന ലോക്കോയിൽ നിന്നാണ് ഞാൻ റിട്ടയർമെൻറ്റിൽ പടിയിറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് അതുമായിട്ട് വളരെ വ്യത്യാസമായി. മിക്ക ലോക്കോകളും ഇപ്പം എയർ കണ്ടീഷൻഡാണ്. എയർ കണ്ടീഷൻ ചെയ്താണ് അവർ പുറത്തിറക്കുന്നത്. കുറേ കഴിയുമ്പോൾ അത് ഷെഡിലൊക്കെ പോയിട്ടത് വർക്ക് ചെയ്യാതാവും, അത് മറ്റൊരു അവസ്ഥ. എന്നാലും ഇപ്പോൾ വളരെ കംഫർട്ടബിളാണ്, നല്ല സീറ്റുകളാണ്. നല്ല ചൂടല്ലേ? അതൊരു തെറ്റിദ്ധാരണ. അതിനകത്ത് വലിയ ചൂടൊന്നുമില്ല. കാരണം ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല എയർ സർക്കുലേഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഈ പുതിയ എൻജിനുകളിൽ ഈ കുറച്ച് ചൂടുണ്ട്. അതായത് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻജിനുമായിട്ട് ബന്ധപ്പെട്ട ചൂടല്ല, അല്ലാതെ തന്നെ ഇത് മെറ്റലാണ് സാധനം. മെറ്റൽ കവർ ചെയ്തൊരു സാധനത്തിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനകത്ത് ചൂട് അനുഭവപ്പെടും. ഫാനില്ലാതെ പറ്റത്തില്ല. തന്നെയല്ല ഇത് ഇരുമ്പിൻ്റെ ഒരു ചട്ടക്കൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെയിലത്തൊക്കെ കിടന്നിട്ട് ചുട്ടുപഴുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചൂട് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള ഒരു മെഷീനറിയിൽ നിന്നുള്ള ഒരു ചൂടൊന്നും ഇല്ല. അതൊക്കെ പണ്ട് സ്റ്റീമിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എയർ കണ്ടീഷൻ ചെയ്യണം എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. AC ഇല്ലാതെ അതിനകത്ത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ലോങ് ആയിട്ട് പോകാനായിട്ട്. AC എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടിന് വേണ്ടിയിട്ടോ സുഖത്തിന് വേണ്ടിയിട്ടോ അല്ല, അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗം. സേഫ്റ്റിയും അത് തന്നെയാണ്. സാർ ഇപ്പോൾ ലാസ്റ്റ് ഓടിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ WAP5 WAP7 ആ ഒരു ഇതിൻ്റെ എഞ്ചിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണ്? എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ വളരെ സ്മൂത്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇതിന് സാധാരണ വാഹനങ്ങളുടെ പോലെ അല്ല ഇതിൻ്റെ കൺട്രോൾ? ഇതിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് വാഹനങ്ങൾ പോലെ സ്റ്റിയറിങ്ങുകളൊന്നുമില്ല. നമുക്ക് സ്പീഡ് ഇത് ചെയ്യാനുള്ള ഒരു ത്രോട്ടിൽ എന്ന് പറയുന്നൊരു ഇതാണ്, ഒരു ലിവർ തന്നെയാണ്. ആദ്യം മുതലേ അത് തന്നെയാണ്. മറ്റേത് ഡീസലിലാണെന്നുണ്ടെങ്കിൽ 8 പൊസിഷനുള്ള ഒരു ത്രോട്ടിൽ ഹാൻഡിലാണ്. അതിനുശേഷം ഇലക്ട്രിക് ആയപ്പോഴത്തേക്കും 32 നോച്ചുള്ള ഒരു റൗണ്ട് രീതിയിൽ സ്റ്റിയറിങ് പോലെ ഇരിക്കുന്നൊരു ഇതാണ് ഓപ്പറേറ്റിംഗ് ഹാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ WAP7 എന്ന് പറയുന്നതിനകത്ത് വളരെ നീളം കുറഞ്ഞ ഒരു ചെറിയൊരു ഹാൻഡിൽ മാത്രം. അത് വളരെ സോഫ്റ്റാണ്. സോഫ്റ്റായിട്ട് നമുക്കതിങ്ങനെ മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. തിരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് പോകും. അതായത് ഇലക്ട്രിക്കൽ ബ്രേക്ക് ഉണ്ട്. ഇലക്ട്രിക്കൽ ബ്രേക്ക് ഉണ്ട് ഇതിനകത്ത്. അതല്ലാതെ എയർ ബ്രേക്ക് ഉണ്ട്. എയർ ബ്രേക്ക് കൂടാതെ ഈ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന മോട്ടറിനെ ജനറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്നും പവർ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതിനെ ഒരു ബ്രേക്കിംഗ് എഫക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയെ തിരിച്ച് ലൈനിലേക്ക് കയറ്റി വിട്ടിട്ട് കുറേ കൂടെ എക്കണോമി ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇലക്ട്രിക്കൽ ബ്രേക്ക് എന്ന് പറയുന്നത്.